പക്ഷെ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറ്റാർക്കും ഇല്ലാത്ത ചില നന്മകളുണ്ട്. ആ നന്മകളിൽ ഏറ്റവും പ്രധാനമായത് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള മനുഷ്യ സമ്പത്ത് എന്ന അനുഗ്രഹമാണ്. അത് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ വൃദ്ധന്മാർ, നമ്മുടെ പ്രായക്കാർ, ഏതാളുകളാകട്ടെ, എന്തൊരു ദൗത്യം അവരെ ഏൽപ്പിച്ചാലും അള്ളാഹുവിനെ മുൻനിർത്തി ഭംഗിയായി അത് ചെയ്തു തീർക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്തിൻ്റെ നിദർശനമാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൃദയംഗമായി ഞാൻ നിങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലായിടത്തും മുസ്ലിമായി. ഇതിപ്പോൾ ഒന്ന് ഇവിടെ എങ്ങനെയാണെങ്കിൽ 3-4 ദിവസം മുമ്പ് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് വളരെ മീറ്റർ ഉയരത്തിൽ വയനാട്ടിൽ ഈ നേതാക്കന്മാരോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്. ആ പരിപാടി നടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, 5-10 മിനിറ്റ് വീഡിയോ. ആ വീഡിയോ ഇതാക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഓഡിയൻസ് ഇരിക്കുന്നിടത്ത് കുറച്ച് ഡാർക്കായി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദുരന്തം വരുന്ന സമയത്ത് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ അവരെല്ലാം അവിടെ ഒരു സൈഡിൽ എത്തിയിരുന്നു. പിന്നെ ആ വീഡിയോ നിർത്തി ലൈറ്റ് വന്നപ്പോൾ ആ ദുരന്തത്തെ നേരിട്ട് കണ്ട ആൾക്കാരുടെ കണ്ണിൽ നിന്ന് നിൽക്കാതെ കണ്ണീർ പൊഴിക്കുന്നുണ്ടായി. സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആർദ്രതയുടെ ഏറ്റവും വലിയ ഭാവമായിരുന്നു ആ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞു. ആരും ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന സായുജ്യമാണ് അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നത്. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ പരിഹസിച്ചവരുണ്ടായി, വിദ്യാഭ്യാസമുള്ളവരുണ്ടായി, ലീഗ് ഉണ്ടാവില്ല, CS ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അങ്ങനെ അതിൻ്റെ ആ പ്രതീക്ഷയെ പറ്റി പറഞ്ഞപ്പോൾ നികഴ്ത്തി കാണിച്ചവരുണ്ടായി. മുസ്ലിം ലീഗ് വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിമാന പുരസ്സരം കാൽപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പ് ചിലപ്പോഴും കൂടി ഒരു നമ്മുടെ ഇന്ത്യാലയത്തിൻ്റെ ഒരു ചിത്രം കണ്ടുപിടിക്കുകയാണ്. ഞാൻ പ്രസിദ്ധീകരിച്ച പ്രസംഗം. അപ്പോൾ അത് പണ്ട് റെക്കോർഡ് ചെയ്ത കുറേ പ്രസംഗങ്ങളുണ്ട്, അതിലേതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ CS അന്ന് പ്രസരിപ്പോട് കൂടി കണ്ട CS, ദ്രവണിമയാളുടെ മുഖത്തോടു കൂടി നമ്മൾ കണ്ട CS, ഉച്ചകമായി നമ്മൾ ഇന്നും ഹൃദയം സൂക്ഷിക്കുന്ന CS, അതിൻ്റെ ചിത്രം ഭംഗിയായി CS. ഞങ്ങൾ CS-നെ നേരിട്ട് കണ്ടവരാണ്, CS-ന്റെ രൂപം കണ്ടവരാണ്, CS-ന്റെ കൂടെ യാത്ര ചെയ്തവരാണ്. ഞാൻ കുട്ടികളെ വിളിച്ചത് എങ്ങനെ നിങ്ങൾ ഒപ്പിച്ചെടുത്തത്? അവർ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പശ്ചാത്തലത്തിൽ അവർ നെയ്തെടുത്തതാണ് ആ മനോഹരമായ ചിത്രം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മോഡേൺ ടെക്നോളജിയിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയുടെ മുമ്പിൽ നടക്കുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം മാറിയിരിക്കുന്നു എന്നൊരു കാലം സാക്ഷി. ഇക്കാര്യത്തിൽ മുസ്ലിം എടുക്കുന്നതും ആ സമീപനം തന്നെയാണ്. ഇവിടെ ഒരാൾ ചോദിച്ചിരുന്നു, കുറച്ചാള് 2 പേരാണ്, 5 ആളായി, 1-2 ആള് ഡൽഹിക്ക് പോയിട്ട് എൻ്റെ കാര്യം. മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായി പാർലമെന്റിൽ ചെന്ന പ്രതിനിധികൾ മുസ്ലിം ഉണ്ടായിട്ട് എന്താണ് കാര്യമെന്ന ചോദ്യത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ മറുപടി പറയുകയാണ്. അത് ഞങ്ങൾ ഏൽപ്പിച്ച ദൗത്യമാണ്. ഒരു പ്രശ്നമായിരുന്നു, അത്യാവശ്യം ബാത്റൂമിൽ പോകുമ്പോൾ പേടിയായിരുന്നു. എന്തെല്ലാം കുസൃതിയാണ് കാണിക്കുന്നത് അറിയാല്ലേ. ഞങ്ങൾ 5 പേര് 1 മിനിറ്റ് പോലും പോകാതെ അവിടെ നിന്നത് പാർട്ടി പഠിപ്പിച്ച തത്വത്തിനടിസ്ഥാനം അതവിടെ പ്രകടിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് മറ്റെല്ലാ പാർട്ടികളും നടക്കുന്നതിന് മുമ്പേ മുസ്ലിം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുമ്പാകെ CAയുടെ സമയത്ത് ധൈര്യം കാണിച്ചു. ആ ധൈര്യം ഞങ്ങൾക്ക് നൽകിയത് നിങ്ങളെ പോലെ പ്രതിഭാശാലിയായ ആളുകൾ നടത്തിയുള്ള ധീരവാദന്മാരായ സമീപനത്തിന്റെ പര്യായങ്ങളായി ഞങ്ങൾ കൊടുക്കുകയാണ്. ഇത് എല്ലാവർക്കും മുന്നിൽ, ഞങ്ങൾക്ക് മാത്രമല്ല. ഈ ഘട്ടത്തിലൊക്കെ
BJP ഗവൺമെന്റിന്റെ നയത്തിനെതിരായി ഒരു നിമിഷം പോലും ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ല. എല്ലായിടത്തും അത് തന്നെയാണ്. കുട്ടികൾ, ചെറുപ്പക്കാർ, പാട്ട് എഴുതുന്നവർ, മുദ്രാവാക്യം പിടിക്കുന്നവർ, ഗ്രീൻ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ, വോളണ്ടിയേഴ്സ്, ഇവരുടെ എല്ലാവരും ഏറ്റവും വലിയ സമ്പത്തുള്ള പാർട്ടിയാണ് മുസ്ലിം പാർട്ടി. അതിന് പൈസയുടെ വിലയല്ല ആ സമ്പത്തിന്റെ വില മതിക്കുവാൻ മനുഷ്യശക്തിക്ക് സാധ്യമല്ലാത്ത വിധത്തിലുള്ള മാൻ പവർ ജനറേഷൻ നടത്താൻ കഴിഞ്ഞു വന്നതാണ് ലീഗിന്റെ ഏറ്റവും വലിയ. അത് ഈ കാര്യത്തിൽ ഇപ്പോ നമുക്കിവിടെ സാധാരണ മീറ്റിംഗ് തോന്നുന്ന സമയത്ത് സെമിനാറിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ പലരുണ്ട്. വാട്ട് ഈസ് ടേക്കവേ? മീറ്റിംഗ് പോകുന്ന കഴിഞ്ഞ സ്ഥലത്തിൽ ടേക്കവേ എന്താണ്? വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ വിചാരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സമീപനത്തെ പറ്റി, അവർ ചെയ്തതിനെ പറ്റി, അവരുടെ പൊളിറ്റിക്കൽ ക്യാരക്ടറിനെ പറ്റി ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു നിർവചനം. ആ നിർവചനം എന്താണ്? അദ്ദേഹം പറഞ്ഞു, കാവൽക്കാരൻ കയ്യേറ്റക്കാരാണ്. ബ്യൂട്ടിഫുൾ റീഡിഫൈനിങ് പുനരാവിഷ്കരണമാണ്. താങ്കളുമായി എഴുതി പറഞ്ഞിട്ടുള്ള വാക്ക് എഴുത്തുകാരൻ കൈ കൊടുത്താൽ ഒരു മഹാഗ്രന്ഥം ആധുനിക ഇന്ത്യൻ സാഹചര്യങ്ങളെ പറ്റി പറയാനുണ്ട്. വ്യവസ്ഥ മീറ്റിംഗ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ പര്യായം തന്നെയാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു എന്താണ് ഭരണഘടന. ഭരണഘടന എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ സ്നേഹം വരുമല്ലോ. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 25, 30, 29 ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്താ കാര്യം? ഒരു ഭരണിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി ആ ഭരണി പ്രതിഷ്ഠിച്ച പോലെ നിൽക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന. അതിൽ ആരൊക്കെ പിടിയും പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭരണഘടനയിൽ ഇതൊക്കെ ഉള്ളതിന് പുറമെ ഇപ്പൊ എന്താ ചെയ്ത വേറൊരു വിദ്യ, ഓപ്പൺ ജനറൽ ലൈസൻസ് ടു സ്റ്റേറ്റ്സ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇഷ്ടം പോലെ നിയമം ഉണ്ടാക്കിക്കോ. ആ നിയമത്തിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തുടർച്ചയായ നിയമനിർമ്മാണങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പശുവിന്റെ സംരക്ഷണം, അതുപോലെ തന്നെ മുത്തലാഖ് ബില്ല്, ആന്റി കൺവേർഷൻ ആക്ട്, ഇന്ത്യയിൽ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 15 ഇത് പ്രകാരം കൺവേർഷനെ പറ്റിയുള്ള സംഗതി ഉണ്ട്, മതപരമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? അവർ നിയമനിർമ്മാണം ഉണ്ടാക്കും. ആന്റി കൺവേർഷൻ ആക്ട്, ലവ് ജിഹാദ് ആക്ട്, ഇതുപോലെ നിയമങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ഭരണഘടന പിച്ച് ചിന്തിക്കുകയാണ്. ഭരണഘടന കാവൽക്കാരായി നിർത്തി ഉന്മേഷം ചെയ്യുകയാണ്. അതിനെതിരായിട്ട് ധാർമ്മിക രോഷം ഉയർന്നു വരുമെന്ന കാര്യം സംശയമില്ല. ഇപ്പൊ ഞാൻ കണ്ടല്ലോ, ഇതിന് നമ്മുടെ നിതീഷ് കുമാറിന്റെ പാർട്ടി മറ്റുള്ളവരൊക്കെ ഇതിന് സിംബൾ കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നേതാക്കന്മാർ ഇവിടെ വന്നു. ഒരു കാര്യമുണ്ട്, കേസ് എവിടെ വരുന്നു, ജയിക്കുന്നു, തോൽക്കുന്നു എന്ന പ്രശ്നം. നിതീഷ് കുമാറിന് കണക്കുമുതലുണ്ടായി. നരേന്ദ്രമോദിയുടെ കൂടെ നിന്നാൽ കുറച്ച് ഡെവലപ്മെന്റ് കിട്ടും. ശരി, ബജറ്റ് വന്ന സമയത്ത് അത് ബീഹാർ, ഇത് ബീഹാർ, അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ സംഭവിക്കുക എന്താണ്? അത് അത്ഭുതം കാണിക്കുന്നില്ല. ഞാനവിടെ നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അവിടെ പോയിരുന്നതാണ്. നമ്മുടെ മുസ്ലിം ബോർഡിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു പാർട്ടി. അത് ഞാൻ പങ്കെടുത്തു. അത്ഭുതം നിങ്ങളോട് പറയട്ടെ, അൽഹംദുലില്ലാ. അവർ പറയാണ്, ബീഹാറിന്റെ ചരിത്രത്തിൽ ഇത്രയും മൈനോറിറ്റി പങ്കെടുത്ത ഒരു പ്രകടനം ഉണ്ടായിട്ടില്ല. അവിടെ കാര്യത്തിന്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊഴുകി പോവുകയാണ്. നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് സ്വന്തം പാളയത്തിൽ നിന്ന് പടയുയരുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവർ സ്വാതന്ത്ര്യ രാജ്യം പോവുകയാണ്. നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഇവർ കാട്ടിയ വിദ്യ ചുറ്റിയ പറയുകയാണ്. നേരത്തെ ആക്ട് ഉണ്ടായിരുന്നു, അതിന് അമെൻമെന്റ് ഉണ്ടായിരുന്നു 2013. നമ്മുടെ റഹ്മാൻ സാഹിബ് എന്ന ന്യൂനപക്ഷത്തിന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അമെൻമെന്റ് വഖഫ് ബോർഡിന്റെ നിയമത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആളുകളാണ്. അതെന്തായിരുന്നു അദ്ദേഹം ചെയ്തത്? വഖഫ് ഒഴിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. മുമ്പ് റഹ്മാന്റെ കാലത്ത് കൊണ്ടുവന്ന അമെൻമെന്റിൽ ഒഴിപ്പിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ വളരെ നന്നായിട്ട് കൃത്യമായിട്ട് ശരിയാക്കി.
ഒഴിപ്പിച്ച് കെട്ടലാണ്. അവർ ഒഴിപ്പിക്കാൻ നിന്നാൽ പല ജാതി പ്രശ്നമില്ല. ആ ആക്ട്, ഈ ആക്ട്, മറ്റേ ആക്ട്, ഓവർ റൈഡിങ് പവറോടുകൂടി മറ്റെല്ലാ നിയമത്തെക്കാൾ വലുതായി വഖഫ് ആക്ട് നിൽക്കുമെന്ന ഭേദഗതി അന്ന് കൊണ്ടുവന്നു 2013 JPC. അതായത് തലപ്പത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ സാഹിബ്. ഞാൻ ആ 15ാം ലോക്സഭയിൽ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ ഒരു പ്രസംഗിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. പിന്നെന്താ നന്നതായിരുന്നു, 100 രൂപ, 200 രൂപ, 500 രൂപയ്ക്ക് ലീസിന് കൊടുക്കുക. ആ JPC റിപ്പോർട്ട് പറയാതെ ക്യാൻസൽ ചെയ്യുന്നത് മാത്രമല്ല, അതങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വിലയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനം വന്നു. ആ സ്വഭാവത്തിൽ നിരവധി കാര്യങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ അസഡൊരു കോഴ്സ് ഉണ്ടായി. ഞാൻ പാർലമെന്റ് പ്രസംഗിച്ചത് എന്താ വെച്ചാൽ, വഖഫിന്റെ കൂടെ മുസ്ലിങ്ങളെ വഖഫ് ചെയ്യുന്നത് ശരി, ആ മുസ്ലിങ്ങളായിട്ടുള്ള സ്നേഹിതന്മാർക്ക് വഖഫിന്റെ കൂടെ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ അന്നത്തെ ആക്ടുണ്ട്. അതങ്ങ് വെട്ടിക്കണം. അപ്പോ ആദ്യം ചെയ്തൊരു കത്രികമായിട്ടാണ് വഖഫ് സംരക്ഷിക്കുന്നതിന് വേണ്ടി 2013 അമെൻമെന്റ് കൊണ്ടുവന്ന നിയമങ്ങൾ, ആ നിയമത്തെ പൊടിക്കാൻ വേണ്ടി കത്രിക എടുത്ത് വെട്ടിമാറ്റി ഡിലീറ്റ് ഒറ്റ വർത്തമാനാണ്. എന്താ ഡിലീറ്റ് ചെയ്തത്? അതിൻ്റെ ആത്മാവിനെയാണ് ഡിലീറ്റ് ചെയ്തത്. ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റു കാര്യങ്ങളിൽ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി പരിശ്രമങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേതാക്കന്മാർ പറഞ്ഞ് ഞാൻ വിശദീകരിക്കുന്നില്ല. വഖഫ് അഡ്മിനിസ്ട്രേഷൻ മുസ്ലിങ്ങൾ തന്നെയായി ബന്ധപ്പെട്ട് ആവട്ടമില്ല. ഞാൻ പാർലമെന്റിൽ എൻ്റെ കയ്യിൽ 35 ഞാൻ വേണമെങ്കിൽ പ്രസിൽ കൊടുക്കാം. 35 ഈ ഇതിൻ്റെ ഡയറക്ടർ, ഗവേണിംഗ് ബോഡി, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതുപോലെയുള്ള സംഗതികളിൽ പ്രാതിനിധ്യത്തെ പറ്റി പറഞ്ഞതിൻ്റെ കട്ടിങ് സെന്ററിൽ അവിടെ അത്ര പ്രസംഗിക്കാൻ കഴിയുന്നോ? അതെന്താ പറഞ്ഞിരുന്നത്? അതിൽ പറഞ്ഞുള്ള കാര്യം കാശിയിലെ കാര്യമാണ് ഞാൻ ഒന്ന് ഉന്നയിച്ചത്. അദ്ദേഹം സമയം കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ നിയമാവലിയും പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭരണം, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ സൂപ്പർവിഷൻ എല്ലാം ആ മതത്തിൽ മാത്രം നിശ്ചിതമാണ്. അങ്ങനെയാണ് 35 സ്ഥാപനങ്ങൾ. ഇവിടെ എന്താണ്? ഇവിടെ മുസ്ലിം ആവണമെന്നില്ല. മാത്രമല്ല നോൺ മുസ്ലിംസ് ഉണ്ടാവണം. നോൺ മുസ്ലിംസിനോട് ആർക്കും വെറുപ്പില്ല. ആർക്കും വെറുപ്പുണ്ടെങ്കിലും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ക്ഷേത്ര സമ്മേളനത്തിനുണ്ടായിരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് നോക്കിയിട്ട് ക്ഷേത്രത്തിന് മുമ്പിൽ കാവൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട താങ്കൾ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തീരുമാനമെടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്തു. ഹിന്ദു സമുദായത്തിന്റെ വികാരവിചാരങ്ങൾ, ആ വികാരവിചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആരെന്തൊക്കെ പ്രചരണം നടത്തിയിരുന്നാലും ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥതയിൽ ഞങ്ങളെക്കുറിച്ച് സംശയിക്കുന്നത്. നിഷ്ഠുരമായ സത്യസന്ധമായ സമീപനമാണ് ഞങ്ങളെ കരുത്തെടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്നും ഏറ്റെടുക്കുന്ന പോലെ നിർമ്മലമായ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ വിജയിപ്പിക്കുന്ന കാര്യം നമ്മൾ പരിശ്രമിച്ചാൽ മതി. അതതിൻ്റെ പ്രവാചകന്മാർക്ക് പോലും ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പരിശ്രമിച്ചു എന്നാണ്. നിങ്ങൾ മുന്നറിയിപ്പുകാരാണ്, നിങ്ങൾ താക്കീതുകാരാണ്. അത് നമുക്ക് ബാധകമാണ്. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും കടമ്പകളുണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്ലാഹുവിനെ മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ വിശ്വാസം ദൃഢീകരിച്ചുകൊണ്ട് നമ്മളെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം, ആരൊക്കെ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ എന്തൊക്കെ ചെയ്യണമെന്ന ദൗത്യം ഭംഗിയായി നിർവഹിക്കുക. ഈ നിഷേധികൾക്കെതിരായി, ജനാധിപത്യത്തെ, മതേതരത്തെ കശാപ്പ് ചെയ്യുന്ന ശക്തികൾക്കെതിരായി ഈ പവിത്രമായ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടതിന് നന്ദി പ്രകാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിർ റഹ്മാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുസ്ലിം ലീഗ്